പതുക്കെ നോക്കിയ ടൈമിൽ, ഈ മേലോട്ടേക്ക് നോക്കിയ ടൈമിൽ ആ വീടിന്റെ അവിടെ നിന്ന് ഒരു വെള്ള സാരി ഇങ്ങനെ പോകുന്നുട്ടാ. അപ്പൊ ഈ വെള്ള സാരി ഇങ്ങനെ ആ ഒരു ഇങ്ങനെ മൂവ് ചെയ്യുന്നത് തന്നെ കാണുന്നുട്ടോ. അപ്പൊ കൈക്ക് പേടിച്ച് ഞാൻ, ഹേയ് ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾക്ക് പ്രേതം, ജിന്ന്, റൂഹ്, പിശാജ് ഇങ്ങനത്തേലൊക്കെ വിശ്വാസം ഉണ്ടോ? അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റോറി, അങ്ങനെ ഒരു നടന്നൊരു സംഭവമായിട്ടോ ഇന്നത്തെ ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം എന്റെ കുഞ്ഞിലെ എനിക്കിതിന് വലിയ വിശ്വാസം കാര്യമൊന്നും ഉള്ളൊരു ആളായിരുന്നില്ല കേട്ടോ ഞാന്. അങ്ങനെ പക്ഷെ എന്റെ ഒരു കുഞ്ഞിലെ സംഭവം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏർവാടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏർവാടി പോയവർക്ക് അറിയാം ഏർവാടിയിൽ എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. കാരണം ആ ഒരു പ്ലേസിൽ എത്തിക്കഴിഞ്ഞാല് എന്താ പറയാ, നമ്മളെ മേത്ത് എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ, ആത്മാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിയാൽ നമുക്ക് ഇളകും എന്നാണ് പറയുന്നത്. അത് വെറുതെ അല്ല കേട്ടോ, അവിടെ ഉള്ള കാര്യമാണ്. കാരണം അവിടെ പോയവർക്ക് ഇപ്പോഴും അവിടെ അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ കൊച്ചിലെ പോയപ്പം നമ്മൾ അവിടെ എത്തിയപ്പോ എന്താ പറയാ, കുറെ ആൾക്കാർക്ക് ഇളകുന്നുണ്ട്. പിന്നെ എന്താ പറയാ, കല്ല്, ഞാൻ ഭയങ്കര ചെറുതിലാണ്, പക്ഷെ എനിക്ക് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. കാരണം ഓരോരുത്തർക്ക് ഇളകുന്ന തല ഇങ്ങനെ ഇട്ടടിക്കുന്ന കല്ലിലും, അപ്പൊ ഇങ്ങനെ ബ്ലഡ് വരുന്നു, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവം. അപ്പൊ ഏർവാടിയില് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായി. അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഞാൻ വിശ്വസിച്ചു. കാരണം മേത്ത് എന്തെങ്കിലും കയറിയിട്ട് പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു, അത് അവിടുന്ന് പോകുന്നു, ആ ഒരു സംഭവം അങ്ങനെ ട്രസ്റ്റ് ഉണ്ടായി. പക്ഷെ എന്നാലും നമ്മളെ നാട്ടിലോട്ട് വരുമ്പോ ഇവിടെ അങ്ങനെ കാണുന്നില്ല. നമ്മളങ്ങനെ പ്രേതം ഇങ്ങനെ പേടിപ്പിക്കുമല്ലോ, വീട്ടിൽ നിന്നൊക്കെ രാത്രി വേഗം ഉറങ്ങിക്കോ, അല്ലെങ്കിൽ പാപ്പ വരും, അങ്ങനെ പാപ്പ വരും, അങ്ങനെ പറയുമ്പോ ആ ഒരു പേടിയെന്നല്ലാണ്ട് വേറൊരു എന്താ പറയാ അങ്ങനത്തെ ഒരു സംഭവത്തിനോടൊരു ട്രസ്റ്റോ കാര്യമൊന്നും എനിക്ക് ഉണ്ടായില്ല കേട്ടോ. കാരണം നമ്മൾ കാണുന്നില്ല അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ പിന്നെ ഇങ്ങനെ വിശ്വസിക്കും അല്ലേ. അങ്ങനെ ഈ സിനിമയിലൊക്കെ കണ്ട പ്രേതം ആ ഒരു സെറ്റപ്പ് തന്നെ ഉള്ളൂ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കണ്ണൂർക്ക് എത്താട്ടോ. ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിലോട് എനിക്കൊരു വിശ്വാസം എന്ന സാധനം ഇങ്ങനെ വരും പതുക്കെ വരുന്നത്. എന്നുവെച്ചാൽ നമ്മൾ കണ്ണൂർക്ക് എത്തുമ്പോൾ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് നമ്മൾ എറണാകുളത്താണ് പോകുന്നത്. അവിടെ ഭയങ്കര സിറ്റി ആണല്ലോ. അപ്പൊ ഇവരും ഭയങ്കര മോഡേൺ ചിന്താഗതിയൊക്കെയുള്ള കകന്റെ വീട്ടുകാരായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ ആകെ 10 ദിവസം എന്നിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ, അവരുടെ സ്വന്തം വീട് കണ്ണൂരാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് മാറുകയുണ്ടായി. അങ്ങനെ കണ്ണൂർ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവര് പക്ക എന്താ പറയാ നാടൻ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ നമ്മള് ഗ്രാമം സെറ്റപ്പായി. കാരണം അതുവരെ ഇവര് എറണാകുളത്ത് ഭയങ്കര മോഡേൺ ചിന്താഗതി എന്ന ആൾക്കാർ. നമ്മള് കണ്ണൂർക്ക് എത്തിയപ്പോൾ ഇവര് ഭയങ്കര നമ്മള് എന്താ പറയാ ചേരനകത്ത് നാട്ടിൽ പോയാൽ നടക്കണത് നിന്നോ അങ്ങനെ എന്താ പറയുന്നവര്. കണ്ണൂർക്ക് എത്തിയപ്പോൾ അവർ അവിടുത്തെ ഒരു മൈൻഡ് മെന്റാലിറ്റി സംഭവത്തിലേക്ക് മാറണ്ടായി. അവിടെ അങ്ങനെ ആണോന്ന് എനിക്കറിയില്ല, നമ്മള് പക്ക അങ്ങനത്തെ ഒരു ലെവലിലോട്ട് മാറണ്ടായി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഞാൻ പതുക്കെ കേട്ടു തുടങ്ങി. ഇപ്പൊ എന്താ പറയാ, നമ്മള് ഒറ്റക്കാലിൽ നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ കേൾക്കുമല്ലോ, കാലാട്ടരുത്, മറ്റേ ഇതാക്കരുത്, അങ്ങനത്തെ കുറച്ച് വിശ്വാസങ്ങൾ സാധനങ്ങളൊക്കെ പതുക്കെ അവിടെ എത്തിയപ്പോൾ നമുക്ക് വന്നു തുടങ്ങി. അങ്ങനെ ആ കൂട്ടത്തിൽ കേട്ടൊരു സംഭവം അതാട്ടോ ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്ന കാര്യം. അതിന് മുമ്പ് ഞാൻ എന്റെ ചെറുപ്പത്തിൽ നടന്ന ഒരു കഥയും കൂടി പറയാട്ടോ. അത് ഞാൻ കണ്ടിട്ടില്ല എന്നോട്ടോ പറഞ്ഞ ഈ പ്രേതം സംഭവം എന്നൊക്കെ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ വന്നിട്ട് പറയുന്നു, ഇതൊക്കെ ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഓര് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാം. അങ്ങനെ വലിയ വിശ്വാസിക്കൊന്നും ഇല്ല കേട്ടോ. എന്നാലും കേട്ടിരിക്കുമല്ലോ, പ്രേതത്തിന്റെ കഥ എന്നൊക്കെ പറയുമ്പോൾ രസമാണല്ലോ, പ്രേതത്തിന്റെ ഫിലിം എന്നൊക്കെ പറയുമ്പോൾ. ആ സമയത്ത് അവർ പറഞ്ഞപ്പോ അവർ പറഞ്ഞ എന്താ അറിയോ, എന്താ പറയാ, അവരിങ്ങനെ ജനലിന്റെ പുറത്തേക്ക് രാത്രിയോ അങ്ങനെ എന്തോ ടൈമിൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ കഥയെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ട്, ആ സമയത്ത് ഇങ്ങനെ പറയല്ലോ വെള്ളാട്ട് പോക്കറോ അങ്ങനത്തെ ഒരു സംഭവം പോകുന്നു അറിയാലോ. അപ്പൊ എതിർപ്പോക്ക് വെള്ള ഇട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ പോയി. അപ്പോൾ നോക്കിയപ്പോ ഓളെ തന്നെ നോക്കിയെന്ന് അങ്ങനത്തെ ഒരു കഥ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടെ. വേറൊരു ഫ്രണ്ട് എന്താ പറഞ്ഞേ, ഓള് കൊച്ചിലെ ഇങ്ങനെ രാത്രി പോലെ മൂത്രമൊഴിക്കാനോ അങ്ങനെ എന്തോ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് തെങ്ങിന്റെ മേലെ ഒരാളുടെ ഇരിക്കുന്നത് റെഡ് കണ്ണൊക്കെ അയച്ചിരുന്നേ. അപ്പൊ അത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും അപ്പൊ തന്നെ കളിയാക്കി വിട്ടിട്ടോ, ഈ തേങ്ങക്കള്ളനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു സംഭവം, നീ അങ്ങനെ പേടിച്ചായിരിക്കുന്നില്ലേ. പക്ഷെ മറ്റേത് ഭയങ്കര അടിപൊളി കഥയായിട്ടാ പറഞ്ഞേ. അപ്പൊ അങ്ങനെ ആർക്കും കളിയാക്കാൻ തോന്നിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടോ. അപ്പൊ ഇനി നമ്മളെ സ്റ്റോറിയിലേക്ക് അടുക്കട്ടോ. കണ്ണൂരിലെ വീട് നമ്മൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം തൊട്ട് പതുക്കെ വീട്ടിലൊക്കെ എല്ലാരും മെന്റാലിറ്റി ഒക്കെ മാറി. കാരണം അവിടെ അവര് പണ്ട് നിന്ന സമയത്ത് ഇക്കാകെ 10 വരെ അവിടെ നിന്നതാണ്, 10ാം ക്ലാസ് പഠിക്കുന്നവരെ. അപ്പൊ ഉമ്മൊക്കെ പണ്ടേ കണ്ണൂര് ആണ്. അപ്പം അവിടുന്ന് അവർക്ക് പഴയ കുറെ വിശ്വാസങ്ങളും കാര്യമൊക്കെ ഉണ്ട്. വീടെടുക്കുന്ന മുമ്പ് സ്ഥലത്തിന്റെ സൈഡിലൂടെ അവർ ഇതുപോലത്തെ ഒരു വിശ്വാസമുണ്ട്. ഇങ്ങനെ പോവും, ഒരു 6 മണി ടൈം കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ ഈ മോന്തിയരം എന്ന് പറയില്ല, ആ ഒരു ടൈം ആകുമ്പോൾ ഒരു സൈഡിലൂടെ നമ്മൾ പോകാൻ പാടില്ല. പീരിയഡ്സ് ഒക്കെ ആവുന്ന ടൈമിൽ തീരെ ആ സൈഡിലൂടെ പോകാൻ പാടില്ല. അവിടെ ആ വഴിക്ക് ഇങ്ങനെ പോക്ക് വരവുണ്ട്, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ ആ ഒരു സൈഡിൽ എന്തേനും ആൽമര ഉണ്ടേനും, പിന്നെ അതിന്റെ അടിയിൽ പാമ്പ് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആ ആൽമര ഇപ്പൊ ഇല്ല കേട്ടോ. പണ്ട് ഇവര് വീടെടുക്കുന്ന മുമ്പ് തന്നെ ആൽമര കട്ട് ചെയ്ത് അതിന്റെ അടിയിലായിരുന്നു ആ ടൈമിൽ പാമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് ആൽമരം കട്ട് ചെയ്തപ്പോ പാമ്പ് സ്പ്രെഡ് ആയിരുന്നോ, പിന്നെ അങ്ങനത്തെ ഒരു സംഭവം. ഇവരെ വീട്ടിലോട്ട് ഇടയ്ക്കിടയ്ക്ക് കയറും, പിന്നെ ഷൂ ഇങ്ങനെ വിളിക്കുമല്ലോ, പാമ്പ് വിളിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയ കുഞ്ഞു കഥകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സംഭവമൊക്കെ കേട്ടോണ്ട് തന്നെ എനിക്ക് അവിടെ നിൽക്കാൻ വലിയൊരു താല്പര്യക്കുറവ്. കാരണം നമുക്കൊരു പേടി ഉണ്ടാവല്ലോ.
എന്നുവെച്ചാല് വിശ്വാസം ഉണ്ടായിച്ചാൽ എനിക്ക് വിശ്വാസമില്ല. ഞാൻ ആദ്യം വിചാരിച്ചവർ എന്നോട് വെറുതെ തട്ടി വിട്ടായിരിക്കും. എന്നാലും ഇവര് പറയുമ്പോ ഇവരൊക്കെ സീരിയസ് ആയിട്ടാ പറയണേ. പിന്നെ എന്താ പറയാ, പക്ഷെ ഈ വീടെടുത്ത് 10-25 കൊല്ലം കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ പിന്നെ അവിടേക്ക് നിൽക്കാൻ വേണ്ടി വരുന്നത്. ഇപ്പോഴും ഈ ഒരു കഥന്റെ സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളിപ്പോഴും അത് ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇത് പഴയ സ്റ്റോറി അല്ലേ, അങ്ങനെ ഒഴിവാക്കിയാൽ പോരെ. ഇതൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ പഴയ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇവര് പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറയും, നമ്മൾ ഇതിനു മുമ്പ് ഡ്രാമ വീഡിയോസ് ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ ജിന്ന് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ ചെറിയൊരു സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ മോനിങ്ങനെ വൈഫിനോട് പറയുന്ന ഒരു സാധനം. ഇത് നമ്മളെ ലൈഫിൽ ചെറിയ രീതിയിൽ നടന്നൊരു സംഭവം കേട്ടോ. കാരണം ഞാൻ അവിടെ എത്തിയ സമയത്ത് ഉമ്മയും ഉപ്പയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായത്, ഇവിടുന്ന് ഇങ്ങനെ ഇടക്കിടക്ക് എന്റെ പേര് ഇങ്ങനെ വിളിക്കുന്നേ കേൾക്കും, പക്ഷെ തിരിഞ്ഞു നോക്കരുത് കേട്ടോ. ഇവര് ചിരിക്കുന്നുണ്ട്, എന്നിട്ടാ ഇത് പറയുന്നത്. അപ്പൊ എനിക്കിത് വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു കേട്ടോ. അപ്പൊ ഇവരിങ്ങനെ പറയും, എന്റെ പേര് ഇടക്കിടക്ക് വിളിക്കും, പക്ഷെ അത് ജിന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, ഈ തിരിഞ്ഞു നോക്കരുത് കേട്ടോ, വേറെ ആൾക്കാരായിരിക്കും, ആൾക്കാരൊന്നും ഉണ്ടാവൂല. അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാല് പോയി നമ്മളെ കാര്യം കഴിഞ്ഞ്. നമ്മൾ ഇങ്ങനെ സ്ഥലത്തൊക്കെ ചെല്ലി തിരിഞ്ഞു നിന്നാ മതി, അങ്ങനെ. പിന്നെ തിരിഞ്ഞു നോക്കിയാൽ തന്നെ നമ്മൾ പേടിക്കരുതെന്നോ അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഇടക്ക് ഉമ്മക്ക് ഇങ്ങനെ വിളിക്കും. അപ്പൊ ഞാന് ചിലപ്പം കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഉമ്മ അങ്ങനെ പറയുമ്പോ ഞാൻ പറയും, ഉമ്മ വിളിച്ചാ കേൾക്കൂലെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ നിങ്ങൾ പറഞ്ഞേനല്ലോ ഇങ്ങനെ വിളിക്കുന്നു, അപ്പൊ ഞാൻ ആ ഒരു സംഭവം വിചാരിച്ചിട്ട് അതിനെ വിളിച്ചതായിട്ട് മൈൻഡ് ചെയ്യാണ്ടെന്ന് അങ്ങനെയൊക്കെ പറയും. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റോറി അവിടെ ഉണ്ടായിരുന്നു. നമ്മളെ വിളിക്കും, അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കരുത്, അപ്പൊ ഇങ്ങനത്തെ സംഭവമായിരിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പം ഇവര് പക്കാ ചേഞ്ച് ആയിട്ടോ. എന്താ പറയാ, വൈകുന്നേരം നമ്മൾ 6 മണിക്ക് ശേഷം കിണറിന്റെ ആ ഒരു സൈഡിലൂടെ നമ്മൾ പോകൂല കേട്ടോ. പിന്നെ ഇറച്ചി, മീന് ഇതൊക്കെ കഴുകിയ വെള്ളം നമ്മൾ അവിടെ ഒഴിക്കൂല. കഞ്ഞിമൂലൊക്കെ നമ്മൾ കൊണ്ടെടുക്കുന്ന ഏരിയ ആ ഒരു സൈഡ് നമ്മൾ കൊണ്ടെടുക്കും. നല്ല വൃത്തി കൊണ്ടെടുക്കും കേട്ടോ ആ ഒരു ഏരിയ. അങ്ങനെ ഇക്കാകെ ഒരു സ്റ്റോറി കേട്ടോ അത്. എന്താ പറയാ, രാത്രി ഒരു അത്താഴം ടൈം ആട്ടോ. അത്താഴത്തിന് എല്ലാരും ഇങ്ങനെ എണീക്കുണ്ടായി. എണീച്ച സമയത്ത് ഇക്കാക്ക് ഒരു കോള് വന്നിട്ട് ഇക്കാക്ക മേലെ പോയി ഒന്ന് ഫോൺ ചെയ്യാൻ വേണ്ടിട്ട് മേലേക്ക് പോയതാണ്. അങ്ങനെ മേലെ പോയി ഒരു സൈഡ് ഇങ്ങനെ അവരുടെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആണല്ലേ, ഓരോ തട്ടായിട്ടാണ് ഭൂമി. മറ്റേ ഇത് ഒരു വീട് കഴിഞ്ഞിട്ട് മറ്റേ ഇതിന്റെ മേലെ പിന്നെ താഴെ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇങ്ങനെ ഭൂമി എടുക്കുന്നത്. അപ്പൊ അതിന്റെ മേലാണ് ഒരു വീടുള്ളത്. അപ്പൊ ആ വീടിന്റെ അവിടുന്ന് എന്താ പറയാ, ഇക്കാക്ക രാത്രി ആദ്യം ഞാൻ ആ ലെവൽ തന്നെ പറയട്ടെ, ഇക്കാക്ക കണ്ട പോലെ പറഞ്ഞുതരാം. മേലെ പോയി കോൾ ചെയ്യുന്നത് ഇക്കാക്ക ഇങ്ങനെ പതുക്കെ നോക്കിയ ടൈമിൽ, ഈ മേലോട്ടേക്ക് നോക്കിയ ടൈമില് ആ വീടിന്റെ അവിടെ നിന്ന് ഒരു വെള്ള സാരി ഇങ്ങനെ പോകുന്നുട്ടാ. അപ്പൊ ഈ വെള്ള സാരി ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് തന്നെ ഇക്കാക്ക കാണുന്നുട്ടോ. അപ്പൊ ഇക്കാക്ക് പേടിച്ച്, കാരണം ഈ ഒരു സംഭവം ഇക്കാക്ക നല്ല വിശ്വസിക്കുന്നു കേട്ടോ. ഇതിലൊക്കെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇക്കാക്ക് നല്ല ട്രസ്റ്റ് ഉള്ള ആളാട്ടോ. എനിക്കാണെങ്കിലൊന്നും വലിയ വിശ്വാസമില്ലാതെ. അപ്പൊ കാക്ക ഈ സംഭവം ഇങ്ങനെ വെള്ള കണ്ടപ്പോ തന്നെ കാക്ക കത്തി. കാക്ക മെല്ലെ അവിടെ നിന്ന് തിരിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റെപ്പിന് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി വരുമ്പോ ഇപ്പുറത്തെ വീടിന്റെ അവിടെ നിന്ന് ഒരു വെള്ളം അങ്ങോട്ട് കേറിപ്പോയി. ഇക്കാക്ക ശരിക്കും പേടിച്ച് വേഗം താഴത്തോട്ടേക്ക് വന്ന്, അങ്ങനെ ഇക്കാക്ക വന്ന് കിടന്നുറങ്ങി. ഇക്കാക്ക അങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ കണ്ട മാതിരി തോന്നി. അപ്പൊ ഉമ്മ പറഞ്ഞു, എന്തിനാ ഈ ഒരു ടൈമിലൊക്കെ പോവാൻ നിന്നത്, ഇങ്ങനത്തെ സമയമല്ലേ അസമയല്ലേ എന്നുള്ള മൈൻഡിൽ പറഞ്ഞു, ഇങ്ങനത്തെ ടൈമിലൊക്കെ എന്തിനാ പോവാൻ നിന്നതൊക്കെ. അപ്പോഴും ഞാൻ ഇക്കാക്ക തട്ടിയതാണോ വെറുതെ വിട്ടതാണോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 7 മണിയോ 6 മണി 7 മണിയൊക്കെ ടൈമിൽ ഇക്കാക്ക പിന്നെ എണീച്ച് വരുമ്പോ മേലെ കോഴിയൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ നോക്കാൻ വേണ്ടി മേലേക്ക് പോയപ്പോഴാണ് കണ്ടത്, അപ്പുറത്തെ വീടിന്റെ ആ മേലത്തെ വീടിന്റെ അവിടെ ഏച്ചിന്റെ വെള്ള സാരി അവര് ആറിയിട്ടിട്ടുണ്ട്. അപ്പൊ ഈ വെള്ള സാരി ആയിരിക്കും മൂപ്പര് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ വെള്ള സാരി ഉണ്ട് അവിടെ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് നോക്കുമ്പോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്ന ടൈമില് ഇപ്പുറത്തെ വീട്ടില് ഈ അത്താഴത്തിന് നീച്ച ടൈമാണല്ലോ, എല്ലാരും ഉണ്ടാവല്ലോ. അപ്പൊ ആ വീട്ടിൽ നിന്ന് എന്തോ വല്യമ്മ അങ്ങനെ ആരെങ്കിലും ഒറ്റ അങ്ങോട്ട് നടന്നു പോയതായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവാം. നേരെയുള്ള വീട്ടില് ഒരു കാച്ചും കുപ്പായിട്ടിട്ട് ഒരു വല്യമ്മ ഉണ്ട്, ചിലപ്പോ അത് കയറി പോയതായിരിക്കണം കണ്ടിട്ടുണ്ടാവാന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. അങ്ങനെ ആയിരിക്കും, അല്ലാണ്ട് ഇപ്പൊ പ്രേതൊക്കെ ഇങ്ങനെ പോവോ രാത്രി? അവിടുന്ന് വെള്ള സാരി ഇവിടുന്ന് ഇപ്പുറത്ത് കൂടെ പോകുന്നത് എനിക്കെന്തോ എനിക്കിപ്പോഴും ട്രസ്റ്റ് ഇല്ല കേട്ടോ. കാക്കും അത് രാവിലെ ആ സാരി കണ്ടപ്പോ കാക്കും മനസ്സിലായി ഇത് സംഭവം അതൊന്നുമല്ല, അത് കണ്ട് നമ്മൾ പേടിച്ചതാണ്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോ നമ്മളെ വീട്ടിൽ ആരോ നിൽക്കുന്നതായിരിക്കും, പെട്ടെന്ന് വായന്റെ അല്ലേ അങ്ങനെ എന്തോ സംഭവം നേരിൽ നമ്മൾ കണ്ടു പേടിച്ചതൊക്കെ ആയിരിക്കല്ലോ, സംഭവം തോന്നുന്നു. അപ്പൊ ഇതാണ് നമ്മളെ ഒരു പ്രേതകഥ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഞാൻ നേരിട്ട് പ്രേതത്തിന് ഇതുവരെ കണ്ടിട്ടില്ല. കാണല്ലേ, എന്താ പറയാ, കാണാൻ വലിയ പുതിയൊന്നുമില്ല, പ്രേതമല്ലേ. അപ്പം അങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും പ്രേതത്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. എന്താണ് ഈ പ്രേതത്തിന്റെ സ്റ്റോറി ഒക്കെ ഉള്ളതാണോ? അപ്പൊ എന്റെ ഒരു അനുഭവത്തിൽ ഇതുവരെ ഞാൻ പ്രേതത്തിനെ മീറ്റ് ചെയ്തിട്ടില്ല, മീറ്റ് ചെയ്യാൻ പൂതിയില്ല. അപ്പൊ അങ്ങനെ അപ്പം അതൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ സ്റ്റോറി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാട്ടോ. അപ്പൊ ശരി, ടാറ്റാ ബൈ.